പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. ആക്രമണത്തിന് 3 ദിവസം മുമ്പ് പ്രധാനമന്ത്രിക്ക് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. പരാമർശം മാപ്പർഹിക്കാത്തത് എന്നാണ് ബിജെപിയുടെ പ്രതികരണം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് 3 ദിവസം മുൻപേ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി കാശ്മീർ സന്ദർശനം മാറ്റിവെച്ചതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. और मुझे ये भी इंफॉर्मेशन मिला और कहीं पेपर में भी आए हैं, लिखे हैं, हमले के 3 दिन पहले ही वहां इंटेलिजेंस रिपोर्ट मोदी जी को भेजा था और उसी लिए मोदी जी ने कश्मीर जाने का प्रोग्राम कैंसिल किया था. തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെ മാപ്പു പറയണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. രാജ്യം സംഘർഷ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇത്തരം പരാമർശം നടത്തുന്നത് നിർഭാഗ്യകരമെന്ന് ബിജെപി എംപി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. जब जान रहे हैं कि तनाव बढ़ा हुआ है, राष्ट्रीय सुरक्षा का विषय है, तो उस समय प्रधानमंत्री के बारे में ये बोलना कि वो नहीं गए कश्मीर क्योंकि उनको मालूम था हमला होने वाला है, इससे बड़ा कोई गैर जिम्मेदाराना वक्तव्य हो सकता है क्या? പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളും സുരക്ഷാ കാര്യങ്ങളും നാളെ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ സമിതി ചർച്ച ചെയ്യും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ കുടുംബത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പം രാജ്യം മുഴുവൻ നീതിക്കായി കാത്തിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 24 ഡൽഹി.